പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ പൊന്നുപാദപീഠത്തിലായിരിക്കുവാൻ നല്ലൊരു പ്രഭാതം കൂടി നമുക്ക് ശേഷിപ്പിച്ചു തന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തെ സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് അർഹതയില്ലാതിരുന്ന, യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് യോഗ്യരാക്കി, അർഹരാക്കി തീർത്ത് ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദയ നമ്മളെ തേടിയെത്തി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാപ്തരാക്കി സ്വർഗരാജ്യത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി നമ്മളെ ജീവൻ്റെ അവകാശത്തിന്, ജീവൻ്റെ കൃപയ്ക്ക് ഓഹരിക്കാരാക്കി തീർത്ത ദൈവസ്നേഹത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടുകൂടി ദൈവവചന ധ്യാനത്തിനായി നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുന്നു. യിരെമ്യാ ചാപ്റ്റർ 29 വേഴ്സ് 12 and 13. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു, എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. ഈ വചനം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ആ പ്രാർത്ഥനയോടുകൂടി ഒന്ന് ധ്യാനിക്കാം. യിരെമ്യാ 29 അധ്യായം എത്തുമ്പോൾ യിരെമ്യാ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. യിരെമ്യാ പ്രവാചകനോട് ജനനത്തിങ്കൽ തന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്ത, അഭിഷേകത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനായി യിരെമ്യാവ്, അമ്മയുടെ ഉദരത്തിൽ തന്നെ തിരഞ്ഞെടുത്തു എന്ന് യിരെമ്യാവ് പറയുന്നുണ്ട്. പിന്നീട് നാം കാണുന്നു, ബാലൻ എന്ന് പറയരുത് എന്ന് പറഞ്ഞ് യിരെമ്യാവിനെ അഭിഷേകത്തോടെ നിർത്തുന്നു. പിന്നെ യിരെമ്യാവിനോട് പറയുന്നത്, ഞാൻ നിന്നെ ഒരു താമ്ര ഭിത്തിയാക്കി നിർത്തും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കില്ലാതാനും. അപ്പൊ യിരെമ്യാവ് പിന്നെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള, നമ്മൾ അറിയുന്നൊരു വാക്കുണ്ട്, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാനൊരു കുത്തരമറലും മഹത്വവും അഗോചരവുമായുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് വെളിപ്പെടുത്തി തരും. 33 വാക്യം. ഇതിനിടയിൽ 29 അധ്യായം എത്തുമ്പോൾ പ്രവാസത്തിലായിരുന്ന ജനം വാളിന്റെ പ്രവാചകൻ തിന്മയെക്കുറിച്ച് ശക്തമായി താക്കീത് നൽകുകയും നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ദൈവത്തിന്റെ തീഷ്ണതയും ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് ഓർപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ 29:12 എത്തിയപ്പോൾ മടങ്ങി വരവും പ്രാർത്ഥനയുമായിട്ടാണ് സംസാരിക്കുന്നത്. 12 വാക്യം നമ്മൾ കാണുന്നത്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഉപേക്ഷിച്ചു കളഞ്ഞ ജനം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു. ദൈവത്തിൽ നിന്ന് പിന്മാറി അകന്നുപോയ ജനത്തെ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ പ്രാർത്ഥന കേൾക്കും. ഇതൊരു കോമൺ വാചകമാണ്. ഈ വാചകം മാത്രം 29:12 വാക്യം മാത്രം അടർത്തിയെടുത്ത് ഇന്നീ പ്രഭാതത്തിൽ ചിന്തിച്ചാൽ, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വചനത്തിന്റെ വ്യാപ്തി ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ സന്നിധിയിൽ, അപ്പോ അടുക്കൽ വന്ന് ദൈവ സാന്നിധ്യത്തിൽ പ്രാഗൽഭ്യത്വ, സന്നിധി എന്ന് പറയുന്നതിന് പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ യോഗ്യതയോടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കയറി സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഇതെല്ലാ ജനത്തോടുമുള്ള ദൈവത്തിന്റെ ഒരു കോമൺ സമീപനമാണ്. ദൈവത്തിന്റെ ഒരു മൃദു സമീപനമാണ്, ഒരു ഉദാര സമീപനമാണ്. പ്രാർത്ഥിക്കുന്നവനെ കൈവിടാത്ത ദൈവമുണ്ട്. ഇന്നീ പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നുകൂടെ ഉറപ്പിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവനെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. കൈവിടാത്ത ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. അത് വിശ്വസിച്ചു. പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരാലും തള്ളപ്പെട്ടാലും, എല്ലാരും തള്ളിക്കളഞ്ഞാലും പ്രാർത്ഥിക്കുന്ന നിന്നെ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, അപേക്ഷിക്കുന്ന നിന്നെ കൈവിടാത്ത, തള്ളിക്കളയാത്ത, ചേർത്തു നിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്നെ കൈവിടാത്ത, ചേർത്തു നിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു, എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്.
ഇത് മാത്രം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അടുത്ത വാക്കോട് ചേർത്ത് അതിനോട് ചേർത്ത് പറയണം, നിങ്ങൾ എന്നെ അന്വേഷിക്കും. അപ്പോ പ്രാർത്ഥിക്കും, അന്വേഷിക്കും. സന്നിധിയിൽ നിന്നുള്ള വാക്ക് വിട്ടുകളയരുത്. പ്രാർത്ഥിക്കും, അന്വേഷിക്കും, ദൈവത്തെ അന്വേഷിക്കും. പക്ഷെ അന്വേഷിക്കുമ്പോ കണ്ടെത്തും നല്ല വഴി എഴുതിയിരിക്കുന്നത്. ഇത് ദൈവജനവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയവരുമായിട്ടുള്ള ബന്ധത്തിലാണ്. പ്രാർത്ഥിക്കും, സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കും. അടുത്ത വാക്ക്, നിങ്ങൾ എന്നെ അന്വേഷിക്കും. അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്നല്ല വാചകം. അതൊന്നുകൂടെ ശ്രദ്ധിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഈ അവസാനത്തെ വാക്യത്തിൽ ഇത് 13 മേലോട്ട് കയറണം. അപ്പോ പ്രതിസന്ധിക്ക് മധ്യത്തിൽ ദൈവത്തെ അന്വേഷിക്കും. അന്വേഷിക്കുമ്പോ കണ്ടെത്തുകയല്ല, മറിച്ച് പൂർണ്ണ ഹൃദയത്തോടെ. അതിന് വ്യത്യാസമുണ്ട്. അന്വേഷിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുകയുമായിട്ട് വ്യത്യാസമുണ്ട്. അന്വേഷിക്കുന്ന ദൈവത്തെ കൂടെ കിട്ടിയാൽ കൊള്ളാം, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കൊള്ളാം. ഇല്ല, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ച ദൈവമല്ലാതെ മറ്റൊരു വഴിയില്ല. ജീവനുള്ള ദൈവമല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നതിനുമായി എന്റെ ദൈവമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതാ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും, നിങ്ങൾ കണ്ടെത്തും. ശരിക്കും സത്യത്തിൽ ഈ 13 വാക്യം ആദ്യം വായിച്ചിട്ട് പിന്നെ 18 വാക്യം വായിക്കണം. ആദ്യം അന്വേഷിക്കും, പിന്നെ പ്രാർത്ഥിക്കും. അപ്പൊ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നതല്ല, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്തും. എന്നിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും നിന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. അങ്ങ് പ്രഭാതത്തിൽ കുഞ്ഞെ പൂർണ്ണ ഹൃദയത്തോടെ, അതിന്റെ വാക്കിന്റെ അർത്ഥം ദൈവത്തെ മാത്രം, ഇതല്ലാതെ വേറൊന്നില്ല. പല ഓപ്ഷനുകളിൽ ഓരോ ഓപ്ഷൻ അല്ല ദൈവം. എല്ലാ വഴികളും എല്ലാ ഓപ്ഷനുകളും അടഞ്ഞിരിക്കുമ്പോൾ ദൈവം മാത്രം പൂർണ്ണ ഹൃദയത്തോടെ. വേറൊരു ഓപ്ഷൻ ഇല്ല ഈ ഹൃദയത്തിൽ. വേറൊരു അവകാശമില്ല, വേറൊരു ഇടമില്ല, വേറെ അന്വേഷണമില്ല. ദൈവം മാത്രം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും. എന്നിട്ട് എന്റെ സന്നിധിയിൽ നിന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഞാൻ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പ, സ്വർഗത്തിന്റെ കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ കർത്താവിനെ കണ്ടെത്തുകയും സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിത്യത വരെ എത്തിക്കുവാനുള്ള ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഞങ്ങൾക്ക് നൽകി തരികയും ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിക്കാൻ സ്തോത്രം. എല്ലാ മാനമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.